നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ശക്തമായ മഴക്കെടുതിയിൽ പാലക്കാട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ വീട് തകർന്നു വീണു. മംഗലം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. നെല്ലിയാമ്പതി ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലയിലേക്കുള്ള വിനോദസഞ്ചാരം പൂർണ്ണമായി നിരോധിച്ചു. തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ 20 ഷട്ടറുകൾ തുറന്നു. പുഴയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പാലുൽപാദനം നടത്തുന്ന പാലക്കാട് ജില്ല 1ാം സ്ഥാനം നിലനിർത്തണമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. 330 ക്ഷീരസംഘങ്ങളും 13 ബ്ലോക്ക് തല ഓഫീസുകളും മികവോടെ പ്രവർത്തിക്കുന്ന ജില്ലയുടെ ഈ രംഗത്തെ മികവ് നിലനിർത്താൻ വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. മഴക്കെടുതിയിൽ പാലക്കാട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ശക്തമായ മഴയിൽ പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ വീട് തകർന്നു വീണു. മംഗലം ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു. നെല്ലിയാമ്പതി ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലയിലേക്കുള്ള വിനോദസഞ്ചാരം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ 20 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പുഴയോര പ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. മഴക്കെടുതിയിൽ പാലക്കാടും വ്യാപക നാശനഷ്ടം. ശക്തമായ മഴയിൽ പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ വീട് തകർന്നു വീണു. 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നീരൊഴുക്ക് ശക്തമായതോടെ മംഗലം ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. നെല്ലിയാമ്പതി ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലയിലുള്ള വിനോദസഞ്ചാരം പൂർണ്ണമായി നിരോധിച്ചു. പാലക്കാട് ടൗണിലെ പുതുപ്പള്ളി തെരുവിൽ രാവിലെ 7:30യോടെയാണ് വീട് തകർന്നു വീണത്. ശക്തമായ മഴയിൽ ഷാൽ ഹമീദിന്റെ ഓടുവീടിന്റെ മുൻഭാഗം തകർന്നു. ശബ്ദം കേട്ട് പിൻവശത്തുകൂടി ഓടി മാറിയതുകൊണ്ട് 5 അംഗ കുടുംബം രക്ഷപ്പെട്ടത്. ഇവിടെ സ്കൂട്ടറും മണ്ണിനടിയിൽപ്പെട്ടു. രാത്രി മുതൽ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. മണ്ണാർക്കാട് ആലനല്ലൂർ കണ്ടംകുണ്ട് പാലത്തിൽ വെള്ളം കയറി. ആലത്തൂർ എടാംപറമ്പ് പാലത്തിലും വെള്ളക്കെട്ടുണ്ട്. വൃഷ്ടി പ്രദേശങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് മംഗലം ഡാമിന്റെ 6 സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി. തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ 20 ഷട്ടറുകൾ തുറന്നു. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നെല്ലിയാമ്പതി ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലയിലുള്ള വിനോദസഞ്ചാരവും പൂർണ്ണമായി നിരോധിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ശക്തമായ മഴയിൽ ലക്കിടി പുതുക്കുരി സരസ്വതി അമ്മയുടെ വീട് നിലം പൊത്തി. ചുമർ നിലം പൊത്തിയതിനെ തുടർന്ന് മഴവെള്ളം വീടിനകത്തേക്ക് നിറഞ്ഞു കവിഞ്ഞു. സംഭവം അറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് PK ചിത്ര, വൈസ് പ്രസിഡന്റ് M രാമകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീജ മോൾ, മണികണ്ഠൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അജിത് എന്നിവർ വീട് സന്ദർശിച്ചു. കുടുംബത്തെ വാടക വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പാലുൽപാദനം നടത്തുന്ന പാലക്കാട് ജില്ല 1ാം സ്ഥാനം നിലനിർത്തണമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ആവശ്യപ്പെട്ടു. 330 ക്ഷീരസംഘങ്ങളും 13 ബ്ലോക്ക് തല ഓഫീസുകളും മികവോടെ പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഈ രംഗത്തെ മികവ് നിലനിർത്താൻ വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 10%, ജില്ലയിലെ 52% പാൽ നൽകുന്ന ചിറ്റൂർ പ്രത്യേക പരിഗണന നൽകും. ചിറ്റൂർ ക്ഷീരവികസന ബ്ലോക്ക് വിഭജിക്കുന്നത് പരിശോധിക്കും. മൃഗസംരക്ഷണ വകുപ്പിന്റെ വെറ്റിനറി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊഴിഞ്ഞാമ്പാറ കേന്ദ്രീകരിച്ച് സ്ഥാപിക്കും. മീനാക്ഷിപുരം അതിർത്തി ചെക്ക് പോസ്റ്റിലെ ലാബിൽ കരാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിച്ച് 24 മണിക്കൂർ ഷിഫ്റ്റ് ക്രമീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നിലവിൽ പാലിന്റെ സർവേലൻസ് സാമ്പിൾ മാത്രം പരിശോധിക്കാൻ കഴിയുന്ന വകുപ്പിന് കൂടുതൽ അധികാരം നൽകുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തുടർന്ന് ക്ഷീരസംഘം പ്രസിഡന്റുമാരായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി. സുമേഷ് അച്യുതൻ MLA, ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിദാനന്ദൻ, കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T രാമകൃഷ്ണൻ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഫെമി V മാത്യു, മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ KM രവി, ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമാന്തരപാലം നിർമ്മാണം നടക്കുന്ന ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമീപം പതിവ് ഗതാഗതക്കുരുക്കിന് കാരണം റോഡിലെ കുഴികളെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു. മാസങ്ങളായി തുടരുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ PWDയും പോലീസും ഇടപെടണമെന്നും പ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ സായാഹ്ന OP ഉടൻ പുനരാരംഭിക്കണമെന്നും യോഗത്തിൽ ജനപ്രതിനിധികൾ ആവശ്യമുന്നയിച്ചു. ദിവസവും നഗരത്തിലേക്കാൾ ഗതാഗതക്കുരുക്കാണ് പാലത്തിനു സമീപം അനുഭവപ്പെടുന്നതാണെന്ന പരാതി. പലപ്പോഴും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇവിടെ കാണാറുള്ളത്. ഓണക്കാലം വരാനിരിക്കെ കുരുക്കഴിക്കാൻ നടപടി വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പാലത്തിനും സമീപത്തും രൂപപ്പെട്ട ആഴത്തിലുള്ള കുഴികൾ ഇറക്കി കയറ്റാൻ വാഹനങ്ങൾ വേഗം കുറയ്ക്കുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നും ഗതാഗതം നിയന്ത്രിക്കാൻ സ്ഥിരമായി ഉദ്യോഗസ്ഥരെ നിയോഗിക്കും
പരിശോധിക്കാറുണ്ടെന്നും പോലീസ് പറഞ്ഞു. കുഴികൾ ഉടൻ അടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് യോഗം PWDക്ക് നിർദ്ദേശം നൽകി. കുഴിയടപ്പ് ഉടൻ പൂർത്തിയാക്കാമെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിലെ സായാഹ്ന OP ഉടൻ പുനരാരംഭിക്കണമെന്നും പ്രതിനിധികൾ ചിലർ ആവശ്യപ്പെട്ടു. HMC ഫണ്ട് ഉപയോഗിച്ച് 2 ഡോക്ടർമാരെ താൽക്കാലികമായി നിയമിക്കാൻ തീരുമാനമായിട്ടുണ്ടെന്നും 11-ന് കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടുണ്ടെന്നും സൂപ്രണ്ട് അറിയിച്ചു. താൽക്കാലിക നിയമനം പൂർത്തിയാക്കിയാൽ ഉടൻ സായാഹ്ന OP തുടങ്ങും. യോഗത്തിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പാറ 1-ാം വാർഡിൽ വാട്ടർ ടാങ്കിൻ്റെ കൽക്കെട്ട് തകർന്നു. അപകടകരമായ നിലയിൽ നിൽക്കുന്ന ഈ നിർമ്മിതി ഏത് നിമിഷവും നിലം പൊത്തുമെന്ന നിലയിലാണെന്നും പ്രദേശനിവാസികൾ പറയുന്നു. തകർന്ന കൽക്കെട്ടിനോട് ചേർന്ന് വീട് നിൽക്കുന്നത് ഭീഷണി ഇരട്ടിയാക്കുകയാണ്. തകർന്നറിഞ്ഞ കൽക്കെട്ടിനോട് ചേർന്ന് തന്നെ വീട് സ്ഥിതി ചെയ്യുന്നത് ഭീഷണി ഇരട്ടിയാക്കുന്നു. കൽക്കെട്ട് പൂർണ്ണമായും നിലംപതിച്ചാൽ സമീപവാസികളുടെ വീടിന് കനത്ത നാശനഷ്ടം സംഭവിക്കാനും ജീവഹാനി വരെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതിനു പുറമെ തറ പൂർണ്ണമായി ഇടിഞ്ഞു താഴുന്നതോടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന 10,000 ലിറ്റർ ശേഷിയുള്ള ഭീമൻ വാട്ടർ ടാങ്ക് കൂടി തകർന്നു വീണ് വൻ സാമ്പത്തിക നഷ്ടത്തിനും ഇടയാക്കും. ടാങ്കിന് കേടുപാടുകൾ സംഭവിക്കുന്നതിനു മുൻപായി നിലവിലെ ജീർണിച്ച സ്ട്രക്ചർ അടിയന്തരമായി പൊളിച്ചു നീക്കിയാൽ ടാങ്ക് സുരക്ഷിതമായും മറ്റിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മഴ പെയ്തോടെ റോഡിലെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാകുന്നു. മണ്ണൂർ അമ്പലപ്പാറ പൊതുമരാമത്ത് റോഡിൽ മണ്ണൂർ പടിപ്പുരക്കാട് വളവിലാണ് കൂറ്റൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. 20 മീറ്ററോളം നീളമുള്ള വെള്ളക്കെട്ട് കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കുമാണ് ഏറെ ദുരിതമാകുന്നത്. മദ്രസ വിദ്യാർത്ഥികളാണ് ഏറെ ദുരിതം പേറുന്നത്. മുട്ടിനു മീതെ ഉയരത്തിലാണ് ചളിവെള്ളം കെട്ടി നിൽക്കുന്നത്. അഴുക്കുചാൽ ഇല്ലാത്തതാണ് വെള്ളം കെട്ടലിന് പ്രധാന കാരണം. ദിനംപ്രതി സ്വകാര്യ ബസ്സുകളടക്കം 100 കണക്കിന് വാഹനങ്ങൾ ഈ വഴി സർവീസ് നടത്തുന്ന പാതയാണിത്. വെള്ളക്കെട്ട് പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ജനകീയ ആവശ്യം. ഈ വെള്ളക്കെട്ട് കാണുന്നത് കുറെ കാലങ്ങളായിട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ളത് തന്നെയാണ്. മദ്രസയ്ക്കും സ്കൂളിലേക്കും പോണ കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടി. കഴിഞ്ഞതായി മഴ തുടങ്ങുമ്പോൾ തന്നെ ഇതേപോലെ വെള്ളം കെട്ടി എന്നിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി കുറെ വൃത്തിയാക്കി കുറെ വെള്ളം പോയി. വീണ്ടും ആ മണ്ണ് വന്ന് അടഞ്ഞു. അത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് നടപടി എന്തെങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ PWDയുടെ ഭാഗത്തുനിന്നോ അതിന്റെ ഭാഗത്തുനിന്ന് വീട്ടിൽ വേണ്ടപ്പെട്ടവരിൽ ഇടപെട്ട് വേണ്ട പരിഹാരം കണ്ടെത്തും. എന്താ പറഞ്ഞാൽ കുട്ടികളൊക്കെ മദ്രസയ്ക്ക് പോകുമ്പോൾ കടക്കാനും വയ്യ, അങ്ങനെ ചളിയൊക്കെ അതിൻ്റെ തിരിച്ചു വരുന്ന വഴിക്ക് വീഴ്ചകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വേണ്ട നടപടി പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിലുള്ളവർ ജനങ്ങളെ കണ്ട് നടപടി സ്വീകരിക്കുക. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സ്നേഹത്തണൽ എന്ന പേരിൽ റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലനം വാരണാസിയിൽ സംഘടിപ്പിച്ചു. വാരണാസി ഗവൺമെൻറ് LP സ്കൂളിൽ നടന്ന പരിശീലനം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് സ്നേഹത്തണൽ എന്ന പേരിൽ രക്ഷാകർതൃ ശാക്തീകരണ പദ്ധതിക്കായി റിസോഴ്സ് പേഴ്സൺമാരുടെ പരിശീലനം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച വാരണാസി ഗവൺമെന്റ് LP സ്കൂളായിരുന്നു പരിശീലനം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV സത്യജിത്ത് അധ്യക്ഷത വഹിച്ചു. മെമ്പർ ജുനൈദ്, ജ്യോതിസ് കോർഡിനേറ്റർ P നാരായണൻ മാസ്റ്റർ, HM ഇൻചാർജ് N ദീപ, K രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു. M ജയശ്രീ, ദീപ്തി സുരേഷ്, ഉമാമഹേശ്വരി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുള്ളൂർക്കര കണ്ണമ്പാറ നൂറുൽ ഹുദ മദ്രസയിൽ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. SVB യൂണിറ്റ് പ്രസിഡന്റ് KS മുഹമ്മദ് ബിലാൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആദ്യമേ തന്നെ ഇസ്ലാം മതം ലഹരിക്കെതിരെയാണ് എന്നതാണ് ഇതുകൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ വളരെ സ്തുത്യർഹമായ രീതിയിൽ ഓരോ പ്രദേശങ്ങളിൽ നിന്നും ലഹരി വ്യാപിപ്പിക്കുന്നവരെ പിടികൂടുന്നു എന്നതിൽ സന്തോഷമുണ്ട്. അതിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യം എന്ന നിലക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സംഘടിപ്പിച്ച ഈ ഓപ്പറേഷൻ തൂഫാൻ സ്പെഷ്യൽ അസംബ്ലി എന്തുകൊണ്ടും സ്തുത്യർഹമാണ്, പ്രശംസനീയമാണ് എന്നറിയിക്കുന്നു. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ 2026 ഓഗസ്റ്റ് 1 സമസ്തയുടെ കീഴിലുള്ള മദ്രസകളിലും സ്ഥാപനങ്ങളിലും സ്പെഷ്യൽ അസംബ്ലി ചേരാനും മഹല്ല് മദ്രസ സ്ഥാപന തലത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശാനുസരണം മുള്ളൂർക്കര കണ്ണമ്പാറ നൂറൽ ഹൃദ മദ്രസ ഓപ്പറേഷൻ തൂഫാൻ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. മദ്രസ സദർ മുഅല്ലി KA ഹംസകുട്ടി മൗലവി സന്ദേശം നൽകി. SBB യൂണിറ്റ് ജനറൽ സെക്രട്ടറി VN മുഹമ്മദ് റിസ്വാൻ,
സെക്രട്ടറി PN മുഹമ്മദ് ആദിൽ, ട്രഷറർ KJ മുഹമ്മദ് ഷഹബീൻ, CS മുഹമ്മദ് ഫൈസൽ, KA അൽസിമൽ മുഹമ്മദ്, KM മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി കണ്ണഴിപ്പറമ്പ് വിദ്യാഭാരത സ്കൂളിൽ ചാക്യാർ കൂത്തിലൂടെ ലഹരി ബോധവൽക്കരണം നടത്തി. ചടങ്ങിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്തു. നമ്മൾ ഓരോരുത്തരും ഇതിന്റെ യോദ്ധാക്കളായി മാറുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിലെ വീരന്മാരായി മുന്നോട്ടിറങ്ങി ഇതൊരു മഹായുദ്ധമാണ്. ഈ യുദ്ധത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെയും നമ്മുടെ പേരമക്കളെയും രക്ഷിക്കണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും രക്ഷപ്പെടണമെങ്കിൽ നമ്മളെല്ലാവരും ചേർന്ന് ഇതിന് കൂട്ടായ്മയോടുകൂടിയ ഉത്തരവാദിത്വ ബോധം റെസ്പോൺസിബിലിറ്റിയായി നമ്മൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് ഇന്ന് സിസ്റ്റർക്ക് നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്, ഓഗസ്റ്റ് 15 നമ്മളെല്ലാവരും നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കണം. പക്ഷേ ഇന്ന് 1-ാം തീയതിയാണ്. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഇനിയും 2 ആഴ്ച ബാക്കിയുണ്ട്. ഫ്ലാഗ് ഉയർത്തി നമ്മുടെ ഫ്ലാഗിനെ സല്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന് നമ്മൾ മൂല്യം കൊടുക്കുന്നുവെങ്കിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിന് നമ്മൾ വില കൊടുക്കുന്നുവെങ്കിൽ, നമ്മുടെ പേരമക്കളുടെ ജീവിതത്തിന് നമ്മൾ മൂല്യം കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ ആദ്യം സല്യൂട്ട് ചെയ്യേണ്ടത്. ലഹരി വസ്തുക്കളെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചാക്യാർ കൂത്തിലൂടെ ലഹരി ബോധവൽക്കരണം നടത്തി. കോട്ടായി കണ്ടച്ചിപ്പറമ്പ് വിശ്വഭാരത് സ്കൂളിൻ്റെ വേറിട്ട പരിപാടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ശരിക്കും ആസ്വദിച്ചു. കോട്ടായി കണ്ടച്ചിപ്പറമ്പ് വിശ്വഭാരത് സെൻട്രൽ സ്കൂളിൽ നടന്ന ലഹരി ബോധവൽക്കരണ പരിപാടിയാണ് വേറിട്ട രീതിയിലൂടെ പുതുതലമുറയുടെ മാനം കവർന്നത്. ബോധവൽക്കരണ പരിപാടി കോട്ടായി ഗവൺമെൻറ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ NS സാജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് KK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മകുമാരി പാലക്കാട് മലപ്പുറം മേഖലാ കോർഡിനേറ്റർ മീന ബെഹൻജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ A രമേശ്, സ്കൂൾ പ്രിൻസിപ്പൽ സുജാത ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ M ബാലൻ സ്വാഗതവും അധ്യാപിക ദിവ്യ നന്ദിയും പറഞ്ഞു. തുടർന്ന് ലഹരി ബോധവൽക്കരണ ചാക്യാർകൂത്തും സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മൈമിംഗ് ശ്രദ്ധേയമായി. ഈ ചാക്യാരുടെ വേഷത്തിൽ പറയുന്നത് ഇത് കുടുംബ എന്നാണ് ഇതിന്റെ പേര്. ഇത് വാർഷികം എന്ന് പറയും, ഇത് കടകവള എന്ന് പറയും, ഇത് പൂക്കാതാണ്, ഇത് കടിസൂക്കറാണ്. ചാക്യാര് പൂവിലിട്ടിരിക്കുക, തിരക്കെട്ടുണ്ട്, ഇങ്ങനെയല്ല. അപ്പൊ ചാക്യാരുടെ കൂട്ടിൽ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയല്ല, വിളാവ് 5 തിരിയിട്ട വിളക്കുകൾ ഇങ്ങനെ വെച്ചിട്ടാണ് ശാസ്ത്രീയമായിട്ടാണ് വിളിച്ചത് ചാക്യാര്. അത് നിങ്ങൾ അമ്പലങ്ങളൊക്കെ പോയി കാണാം, യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. വെറുതെ നോക്കണതല്ലേ, ചാക്യാർ അടിക്കാൻ കുറച്ച് കഥകളൊക്കെ കിട്ടും, കേൾക്കണ്ട. അപ്പൊ ചാക്യാർ കൂത്ത് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇത് മിമിക്രി ചാക്യാരോ. സാധാരണ ചാക്യാർ അവിടെ നിൽക്കാറുള്ളൂ, ഒരിക്കലും ഇങ്ങോട്ട് താഴെ വരില്ല. ഞങ്ങളെ ഈ ഉദ്ഘാടനങ്ങള് മൈജി ഷോറൂമിന്റെ ഉദ്ഘാടനങ്ങൾ ലുലുമാണല്ലോ. സാറ് പാലസാറ് നേരത്തെ പറയണ്ടായിട്ടുണ്ട്. ചാക്യാർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവനന്തപുരം പോണത്. രമേശ് ആരിക്കോട് നിർമ്മിച്ച ലഹരിക്കെതിരെയുള്ള ഹ്രസ്വ സിനിമാ പ്രദർശനവും നടന്നു. നിരവധി പേർ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പയങ്കുളം രാമചാക്യാർ അനുസ്മരണത്തിന് തിരിതെളിഞ്ഞു. കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൂടിയാട്ടത്തിന്റെ നവോത്ഥാന നായകൻ പയങ്കുളം രാമചാക്യാരിന്റെ 46ാമത് അനുസ്മരണവും കൂടിയാട്ട രംഗത്തെ സമുന്നതരായ ആചാര്യൻ പയങ്കുളം ദാമോദര ചാക്യാർ ഈയടത്ത് കഥകളി കൂടിയാട്ടം എന്നീ കലകളിലെ ചമയങ്ങളുടെ ആചാര്യൻ കലാമണ്ഡലം രാംമോഹൻ എന്നിവരുടെ
അനുസ്മരണങ്ങളും പൈങ്കുളം രാമചാക്യാർ സ്മാരക കലാപീഠത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തിരിതെളിഞ്ഞു. കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പൈങ്കുളം നാരായണ ചാക്യാർ അധ്യക്ഷത വഹിച്ചു. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോനാനത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ CK ജയന്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം രാജശേഖരൻ, കലാമണ്ഡലം ഗിരിജ, ശൈലജ, നാരായണ ചാക്യാർ തുടങ്ങിയവർ സംസാരിച്ചു. CM നീലകണ്ഠൻ സ്വാഗതവും കലാമണ്ഡലം രവികുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ശൂർപ്പണാംഗം കൂടിയാട്ടവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കനത്ത മഴയിൽ ചണ്ടി നിറഞ്ഞ കോട്ടായി അയ്യങ്കുളത്തിലെ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു. നാട്ടുകാർ രംഗത്തിറങ്ങി സേവന പ്രവർത്തനത്തിലൂടെ കുളച്ചണ്ടി നീക്കിയിട്ടുണ്ട്. കോട്ടായി പഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃതമായ പൊതുകുളമായ അയ്യങ്കുളം ഓടിനിക്കാട് പ്രദേശത്തെ നാട്ടുകാർ രംഗത്തിറങ്ങി സേവന പ്രവർത്തനത്തിലൂടെ ഏറെ പണിപ്പെട്ട് അടിഞ്ഞുകിടക്കുന്ന കുളച്ചണ്ടി നീക്കിയപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. ചണ്ടി യഥാസമയം നീക്കേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്ത് ഭരണസമിതിക്കും ജനപ്രതിനിധികൾക്കുമാണെന്നും അവർ താൽപര്യം കാണിക്കാത്തതിലാണ് നാട്ടുകാർ സേവനമായി ഇറങ്ങിയതെന്നും പറഞ്ഞു. ഒറ്റപ്പാലം മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗ്രൂപ്പ് ഷെയർ സമാഹരണ യജ്ഞം ഓഗസ്റ്റ് 4 വൈകിട്ട് 4 മണിക്ക് നടക്കും. K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. സൊസൈറ്റിയുടെ സേവന പ്രവർത്തനങ്ങളുടെ വിപുലീകരണത്തിന് ആവശ്യമായ മൂലധന സമാഹരണമാണ് ലക്ഷ്യം. സഹോദര സ്ഥാപനങ്ങൾ, സഹകാരികൾ, അഭ്യുദ്ധകാംക്ഷികൾ എന്നിവരിൽ നിന്നും ഷെയറുകൾ സമാഹരിക്കാനാണ് ശ്രമം. വിവിധ നിക്ഷേപ വായ്പാ സ്കീമുകൾക്കും ചിട്ടികൾക്കും പുറമെ ലേബർ സപ്ലൈ സ്കീം കൂടി ആരംഭിക്കാനും പദ്ധതിയുണ്ടെന്ന് പ്രസിഡന്റ് മനോജ് സ്റ്റീഫൻ, ഭരണസമിതി അംഗങ്ങളായ E. രാമചന്ദ്രൻ, TP പ്രദീപ്കുമാർ, P. സുബൈദ എന്നിവർ അറിയിച്ചു. ഫണ്ട് സമാഹരണത്തിനെ സംബന്ധിച്ച് നമ്മുടെ ഷെയർ സമാഹരണം, ഫണ്ടിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഷെയർ സമാഹരണം 100 രൂപയുടെ 100 ഷെയർ അടങ്ങുന്ന ഗ്രൂപ്പ് 10,000 രൂപയുടെ ഗ്രൂപ്പ് ഷെയറാണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ പുതിയ തലങ്ങളിലേക്ക് ചുവടുവയ്പ്പിൻ്റെ ഭാഗമായി ഒറ്റപ്പാലത്ത് ആദ്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ലേബർ സപ്ലൈ സ്കീം, അതും ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗ്രൂപ്പ് ഷെയർ സമാഹരണ യജ്ഞം ഓഗസ്റ്റ് 4 4 മണിക്ക് ഹൗസിംഗ് സൊസൈറ്റി ഹാളിൽ വെച്ച് അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. സൊസൈറ്റിയുടെ സേവന പ്രവർത്തനങ്ങളുടെ വിപുലീകരണത്തിന് ആവശ്യമായ മൂലധന സമാഹരണമാണ് യജ്ഞത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ മഴക്കെടുതിയിൽ പാലക്കാട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ വീട് തകർന്നു വീണു. മംഗലം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. നെല്ലിയാമ്പതി ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലയിലേക്കുള്ള വിനോദസഞ്ചാരം പൂർണ്ണമായി നിരോധിച്ചു. തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ 20 ഷട്ടറുകൾ തുറന്നു. പുഴയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പാലുൽപാദനം നടത്തുന്ന പാലക്കാട് ജില്ല 1ാം സ്ഥാനം നിലനിർത്തണമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. 330 ക്ഷീരസംഘങ്ങളും 13 ബ്ലോക്ക് തല ഓഫീസുകളും മികവോടെ പ്രവർത്തിക്കുന്ന ജില്ലയുടെ ഈ രംഗത്തെ മികവ് നിലനിർത്താൻ വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.